അനീഷ് ഈ സീസൺ തൂക്കും. ഇത് 7ന്റെ പണിയാണെങ്കിലും ആ പണി ശരിക്കും അനീഷാണ് മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അനീഷിൻ്റെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു സീസണിൽ ഈ ഒരു മോർണിംഗ് ടാസ്കിൽ കാണാൻ പറ്റും. ഈ ഒരു മോർണിംഗ് ടാസ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതായത് അവർ തീരുമാനിച്ചിരിക്കുന്ന സഹായികൾ അവരെ വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള അവരുടെ മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോകുന്നത്. ഇനി ഒരു 3 ദിവസം ഇവരുടെ സഹായികളായിരിക്കും ഈ പറഞ്ഞ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്ന അവരുടെ സഹായികൾ. പക്ഷേ ഇതിൽ അവർ ഔട്ട് ആകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക, ഈ മിഡ് വീക്ക് എവിക്ഷൻ ഒരു എലിമിനേഷൻ അല്ല, പകരം 2 പേരെ സീക്രട്ട് റൂമിലേക്ക് മാറ്റാണ്. നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു സീക്രട്ട് റൂം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും പറഞ്ഞിരുന്നു അനീഷിനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റും, അനീഷിനെ ഒരു ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് മാറ്റും. അപ്പോൾ എന്താണ് മൊത്തത്തിലൊരു ഡീറ്റെയിലിംഗ് എന്ന് ഞാൻ പറയാം. ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം മോർണിംഗ് ആക്ടിവിറ്റി പോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ 6 പേര്, അതായത് മിഡ് വീക്ക് എവിക്ഷന് റെഡി ആയിട്ടുള്ള ആ 6 പേർക്ക് ഒരാൾക്ക് 2 പേരെ വെച്ച് സഹായികളെ സെലക്ട് ചെയ്യാം. അങ്ങനെ സഹായികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ഈ ഒരു 3 ദിവസത്തേക്ക് ആ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ടാസ്കുകളിൽ അവരായിരിക്കും ഈ പറയുന്ന വ്യക്തികൾക്ക് വേണ്ടി കളിക്കേണ്ടത്. അങ്ങനെ കളിച്ച് അവർ തോറ്റു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി സെലക്ട് ആയ വ്യക്തികളിൽ 2 പേരെ ഒരു സീക്രട്ട് പ്ലേസിലേക്ക് മാറ്റും. അവിടെ അവർക്ക് ക്യാമറ പ്രസൻസ് ഉണ്ടായിരിക്കത്തില്ല, മൈക്ക് ഉണ്ടാകത്തില്ല, ഒരു ഇരുട്ട് മുറിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടാസ്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തൊരു കാര്യം പോലെ, അല്ലെങ്കിൽ ഇതൊരു മിഡ് വീക്ക് എവിക്ഷൻ എന്ന് വേണ്ടിയിട്ടല്ല, പകരം ഇങ്ങനെ കുറച്ചു പേരെ ഒന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അനീഷിനെ ലക്ഷ്യമിട്ട് എന്ന് പലരും കമന്റിൽ പറയുന്നുണ്ട്. അനീഷിനെ എന്തായാലും ബിഗ് ബോസ് പുറത്താക്കത്തില്ല, പകരം ഈ പറയുന്ന ഹൗസ് മേറ്റ്സിന് വേണ്ടിയിട്ട് അനീഷിനെ ഒന്ന് മാറ്റി നിർത്താനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് അനീഷിന് നല്ലൊരു കോളാണ്. അനീഷ് തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ്. താൻ എന്തായാലും ഇരുട്ടുമുറിയിൽ പോകും എന്നുള്ളൊരു രീതിയിൽ അനീഷ് തന്നെ തയ്യാറാവുകയാണ്. അതിൻ്റെ തെളിവ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുന്ന ഉടനെ 1-2 പേരുടെ കമന്റ്സുകളൊക്കെ ലൈവിൽ കേൾക്കുന്നുണ്ട്. ഒന്ന് റെന ഫാത്തിമ ആദ്യം പറഞ്ഞ ഒരു വോർ ഡയലോഗ് എന്ന് പറയുന്നത് അവിടെ കിടന്ന് ഉറങ്ങാലോ എന്നാണ്. പക്ഷെ ഇത് പറയുന്ന റെന ഫാത്തിമ ഞാൻ ആദ്യം സഹായിയെ വിളിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് വിളിക്കുന്ന 2 പേര് ആര്യനും ജിസേലുമാണ്. ആര്യനും ജിസേലും അവർ തമ്മിൽ നല്ലൊരു കോംബോ ഉണ്ട്. അപ്പോൾ ആര്യനും ജിസേലും ഒന്നിച്ചു വരികയാണെങ്കിൽ തനിക്ക് വേണ്ടി നന്നായിട്ട് ഒരു ടീം പ്ലെയർ ആകും എന്ന് റെനയ്ക്ക് അറിയാം. അപ്പോൾ റെന അവിടെ ഭയങ്കരമായിട്ട് ബ്രെയിൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശാരിക KB പെട്ടെന്ന് ചാടി നിൽക്കുകയാണ്. കാര്യം മനസ്സിലായി, കാരണം ഇവരെല്ലാവരും എടുത്തുകൊണ്ട് പോയാൽ തനിക്ക് ആരെയും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ശാരിക KB പെട്ടെന്ന് വന്നിട്ട് വിളിക്കുന്നത് ബിന്നിനെയും നൂറ ആൻഡ് ആദിലേനെയുമാണ്. ബിന്നിയെ ശരിക്കും പറഞ്ഞാൽ ശാരികയ്ക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. കാരണം ബിന്നി ഒരു ഫെയർ ഗെയിമറാണ്. അതായത് അങ്ങനെ കള്ളത്തരം കാണിക്കത്തില്ല. ഗെയിമിനെയും ടാസ്കിനെയും ഭയങ്കര പോസിറ്റീവായിട്ടും ആക്റ്റീവായിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിന്നി. പിന്നെ ആദില ആൻഡ് നൂറ 2 തരത്തിൽ ചിന്തിക്കാം. ശാരിക വന്ന അന്നോട്ട് ഇവരുടെ അടുത്ത് കമ്പനിയുണ്ട്, അങ്ങനെയും ചിന്തിക്കാം. പിന്നെ ഒരു പിടിക്ക് 2 പക്ഷി, 2 പേരുണ്ടല്ലോ, 2 വ്യക്തികളുണ്ടല്ലോ, ആ ഒരു തരത്തിലും ചിന്തിക്കാൻ സാധിക്കും. പിന്നെ ഉടനെ ഒനീൽ ഒട്ടും പിന്നോട്ട് പോയില്ല. ഒനീൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ലാലേട്ടൻ വന്ന് ഒനീലിനെ ഒന്ന് കളിയാക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ഒനീൽ അക്ബറിനെയും ഷാനവാസിനെയും വിളിച്ചിട്ടുണ്ട്. അക്ബർ ഷാനവാസ് ഇപ്പം 2 പേരും ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. പിന്നെ മാത്രമല്ല ഒനീലിന് അക്ബറുമായിട്ട് ചെറിയ പ്രശ്നവും ഉണ്ട്. എന്നിട്ടും അക്ബറിനെയും ഷാനവാസിനെയും തന്നെയാണ് ഒനീൽ സെലക്ട് ചെയ്തത്. ഒരാൾ ഒനീലിന് സുഹൃത്താണ് ഷാനവാസ്, ഒരാൾ അക്ബർ. അത് ഒനീലിന് അത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നമുക്ക് നോക്കാം. ഇവർ തമ്മിലുള്ള ടീമും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് വരുന്നത് അനീഷാണ്. അനീഷും ചാടിക്കേറി തന്നെ വരുന്നത്. അപ്പോൾ അനീഷിന് വിളിക്കാനാണെങ്കിൽ അപ്പാനി ശരത്തും അനുമോളും ഉണ്ട്, നെവിന്, അഭിലാഷ്, ബിൻസി ശൈത്യ ഒന്നും എന്തായാലും ശരി അനീഷ് എടുക്കില്ല. പിന്നുള്ളത് നെവിനും അഭിലാഷുമാണ്. അവരെയും അനീഷ് സെലക്ട് ചെയ്തില്ല. പകരം നല്ല സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തു തന്നെ പറയുന്നുണ്ട്, ഇവിടെ എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് എന്നോട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള, എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ള അനുമോളും അതുപോലെ തന്നെ എന്നോട് ശത്രുതയുള്ള അപ്പാനി ശരത്തുമാണ്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ അത് നമ്മുടെ ഓൾറെഡി ഇന്നലത്തെ പ്രൊമോയിൽ നമ്മൾ ആ ഒരു സീൻ കണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു അനീഷ് വിളിക്കാൻ പോകുന്നത് അനുമോളിനെയും അതുപോലെ അപ്പാനി ശരത്തിനെയും ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, ഇയാൾ രാജാവായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ടോക്സിക് ആയിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങൾ എതിർക്കുക തന്നെ വേണം. കാരണം ഒരു ഗെയിം ഷോയിൽ വരുമ്പോൾ നന്നായിട്ട് ഗെയിം ചെയ്യുന്നു എന്നുള്ളതിനകത്ത് തർക്കമില്ല. അനീഷാണ് ഏറ്റവും നല്ല പ്ലെയർ. ഓക്കെ, ദെൻ സരിക
സരികയ്ക്ക് വേറെ ആരെയും കിട്ടാൻ ഇനി ചാൻസ് ഇല്ല. പക്ഷേ ആ കിട്ടിയ നല്ല 2 വ്യക്തികളെ നെവിൻ ആൻഡ് അഭിലാഷിനെയും നെവിനെയും സരിക തൂക്കുന്നുണ്ട്. പിന്നെ രേണു സുധിക്ക് നന്നായിട്ട് ഗെയിം കളിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ റെന ഫാത്തിമ തട്ടിക്കേറി വന്ന സമയത്തിന് അതിൻ്റെ ഇടയിലൂടെ നല്ല പോലെ അടുത്തിരിക്കുകയായിരുന്നു രേണു സുധി. പക്ഷെ രേണു സുധി അപ്പത്തേക്കും പെട്ടെന്ന് എന്നാ നിങ്ങളെല്ലാവരും അങ്ങ് കയറ്, ഞാൻ ലാസ്റ്റേ വരുന്നുള്ളൂ, ഞാൻ എല്ലാവരും പറഞ്ഞതിന് ശേഷമേ പറയുന്നുള്ളൂ. ഈ വീട്ടിൽ കാണിക്കുന്ന കണക്കുള്ള ഓരോന്ന് കാണിച്ച് ഗെയിം ഷോയിൽ നിന്നാൽ ശരിയാവത്തില്ല. രേണു കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇല്ലില്ല ഞാൻ പറയും എന്ന് പറഞ്ഞ് നിൽക്കണം. അപ്പോൾ രേണു സുധി സെലക്ട് ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ബിൻസിനെയും ശൈത്യനെയാണ് സെലക്ട് ചെയ്യുന്നത്, വേറെ ആരും ഇല്ല. അത് രേണു സുധി എടുത്തു പറയുന്നുണ്ട്. ഞാൻ ശരിക്കും ഉദ്ദേശിച്ച ആൾക്കാരെയൊക്കെ പലരും കൊണ്ടുപോയി, അപ്പോൾ ഇനി ഉള്ളതാ കൂടി ബിൻസി ശൈത്യ. അപ്പോൾ അത് ബിൻസിക്കും ശൈത്യക്കും ഇഷ്ടപ്പെടുവോ ഇല്ലയോ, അതാണ് ഇനി അടുത്ത പ്രശ്നം. അപ്പോൾ എന്തായാലും ശരി, ടീമൊക്കെ ആയ സ്ഥിതിക്ക് അവരെല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട്. പിരിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഈ രേണു സുധി സെലക്ട് ചെയ്തിട്ടുള്ള ബിൻസിയും ശൈത്യയും തമ്മിലുള്ള ഒരു അടക്കം പറച്ചിൽ ലൈവിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശൈത്യ ഭയങ്കര ലോ ആണ് കേട്ടോ. എനിക്ക് ശൈത്യയുടെ ഒരു പേഴ്സണാലിറ്റി, അതായത് സോഷ്യൽ മീഡിയയിൽ മുമ്പൊക്കെയുള്ള ഇന്റർവ്യൂസും അല്ലെങ്കിൽ മുമ്പ് ശൈത്യ ഉണ്ടായിരുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന സൂപ്പർ അമ്മയും മകളും എന്ന റിയാലിറ്റി ഷോയുടെ കുറെ ക്ലിപ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ശൈത്യ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. ബട്ട് എന്താണ് ശൈത്യക്ക് ഇപ്പോൾ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഏതായാലും ബിൻസിയോട് ശൈത്യ അവർ തമ്മിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ഇവിടെ ലാസ്റ്റ് സെലക്ട് ചെയ്തതാ, അതായത് വേറെ ആർക്കും വേണ്ടാതെ ഇട്ടിട്ട് രേണുവിന് സെലക്ട് ചെയ്യേണ്ടി വന്നതാണ്. പക്ഷെ ശൈത്യ പറയുന്നത് എന്ത് വില കൊടുത്തും നമ്മുടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്, രേണു ചേച്ചിയെ അകത്ത് കയറ്റണം. അപ്പം നമ്മുടെ ബിൻസി ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനെ അല്ലെങ്കിലോ, ചിലപ്പം നമ്മൾ പുറത്താക്കാൻ നമുക്ക് കിട്ടിയ അവസരമാണല്ലോ, നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചില്ല എന്ന് ചിലപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാലോ, പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ ടാസ്കിനകത്ത് അതാണല്ലോ സംഭവിച്ചത്. അത് അപ്പോഴത്തേക്കും ശൈത്യ അന്നേരം എഗെയിൻ പറയുന്നുണ്ട്, ഇവിടെ സഹായി എന്ന് പറഞ്ഞിട്ടല്ലേ സെലക്ട് ചെയ്തത്, അതായത് സഹായിക്കാനല്ലേ എടുത്തു പറയുന്നത്, അതാണ് കറക്റ്റ്. കാരണം സഹായിക്കാനാണ് എടുത്തു പറയുന്നത്. മറ്റേതിനകത്ത് നിങ്ങൾക്ക് ഔട്ടാക്കാം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ഷനെ മറന്നുകൊണ്ടാണ് അവർ സഹായിക്കുക എന്ന് ഷാനവാസ് പറഞ്ഞതുപോലെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയും യൂസ് ചെയ്യാമല്ലോ. പക്ഷെ ഇവിടെ ശൈത്യയും ബിൻസിയും എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശാരികയ്ക്ക് നല്ല സംശയമുണ്ട്. അതായത് ബിന്നിയോട് അധികം പറയുന്നില്ല, ബിന്നി അവിടെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ശാരിക ഈ പറയുന്ന മറ്റേ നൂറ ആദില കപ്പിൾസിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ 2 എണ്ണം ഉണ്ടായതുകൊണ്ടൊന്നും അല്ല കേട്ടോ, ഞാൻ വിശ്വാസത്തിന്റെ പേരിലൊക്കെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ബിഗ് ബോസ് ചെക്ക് ചെയ്യുന്നത് ഫെയർ ഗെയിം ആണോ, പിന്നീന്ന് കുത്തുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നെങ്കിലോ. അപ്പോൾ എടുത്തെടുത്ത് ശാരിക പറയാണ്, എന്നെ ചതിക്കല്ലേ. അപ്പോൾ ഏതായാലും ശരി, ഇനി ടാസ്കിന്റെ സമയമാണ്. അപ്പോൾ ഇതാണ് ടാസ്കിന് മുന്നേ ഉള്ള ഒരുക്കങ്ങൾ. ടാസ്കിന്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടു. ഒരു ചെളിക്കുണ്ടാണ്, ആ ചെളിക്കുണ്ടിനകത്ത് കുറേ നാണയങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അടിയിട്ട് തല്ലി വേടിച്ച് ആ പറയുന്ന ചെളിക്കുണ്ടിൽ നിന്ന് നാണയങ്ങൾ എടുത്ത്, നാണയങ്ങളായിരിക്കത്തില്ല, ചിലപ്പോൾ അതിനകത്ത് താക്കോലായിരിക്കും. ഒരു താക്കോലുണ്ട്, ആ താക്കോല് ഈ പറയുന്ന 6 പേരുടെ പേരിൽ 6 പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ 6 പെട്ടികൾ തുറക്കുക എന്നുള്ളതാണ്. തുറക്കുമ്പോൾ എന്ത് ഗെയിമാണെന്ന് അറിയത്തില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ ചെക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മേ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആ വീഡിയോകൾ കംപ്ലീറ്റ് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും, അതായത് മത്സരാർത്ഥികളും ഒക്കെ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഞാൻ പോയി ചിന്തര, ബൈ.